നമസ്കാരം. ബാബ വങ്ക എന്ന പേര് ആർക്കും അങ്ങനെ പരിചിതമല്ലാത്തതല്ല. കാരണം അവരുടെ പ്രവചനങ്ങൾ പലപ്പോഴും ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. 1996 അവർ മരണപ്പെടുന്നതിന് മുൻപ് ലോകത്ത് നടക്കാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പല പ്രവചനങ്ങളും നടത്തിയിരുന്നു. അതിൽ പലതും യാഥാർത്ഥ്യമായി. ഇപ്പോഴത്തെ 2025 കുറിച്ച് ബാബ വാങ്ക പ്രവചിച്ച ഭയപ്പെടുന്ന ഒരു കാര്യം സത്യമായിരിക്കുകയാണ്. 2025 ലോകത്തെ നടുക്കുന്ന ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വർഷം ആരംഭിച്ച 4 മാസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും അത് സത്യമായിരിക്കുന്നു എന്നാണ് ബാബ വങ്ക പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവർ അവകാശപ്പെടുന്നത്. ഓരോ വർഷവും ബാബ വങ്കയുടെ പല പ്രവചനങ്ങൾ സത്യമാകുന്നത് കൊണ്ട് തന്നെ വർഷത്തിന്റെ തുടക്കത്തിൽ ബാബ വങ്ക ആ വർഷത്തെക്കുറിച്ച് എന്താണ് പ്രവചിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കാറുമുണ്ട്. ഈ വർഷം നിരവധി ഭൂകമ്പങ്ങൾ ലോകത്തെ നടക്കുമെന്ന് ബാബ വങ്ക പ്രവചിച്ചിരുന്നതാണ്. ഭൂകമ്പം വൻ നാശം വിതച്ച മ്യാൻമാറും തായ്ലൻഡും അതിന്റെ ഞെട്ടലിൽ നിന്നും മുക്തരാകുന്നതേയുള്ളൂ. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 2000-ഓളം ആളുകളാണ് മ്യാൻമറിൽ ഭൂകമ്പത്തിൽ മരണമടഞ്ഞത്. 7.7 തീവ്രതയിലാണ് അയൽരാജ്യമായ തായ്ലാൻഡിൽ ഭൂകമ്പം ഉണ്ടായത്. ഇവ കൂടാതെ അമേരിക്കൻ സ്റ്റേറ്റായ നവേദയിലും ഈ വർഷം ഭൂകമ്പം ഉണ്ടായിരുന്നു. എന്തായാലും ബാബ വങ്കയുടെ പ്രവചനങ്ങളെല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. 12-ാം വയസ്സിലാണ് ബാബ വങ്കയുടെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്നത്. ബൾഗേറിയയിൽ സന്യാസ ജീവിതം നയിച്ചിരുന്ന അവർ നടത്തിയ പ്രവചനങ്ങളിൽ 85% സത്യമായിരുന്നു. ബൾഗേറിയയിൽ സന്യാസ ജീവിതം നയിച്ചിരുന്ന അവർ നടത്തിയ പ്രവചനങ്ങളിൽ 85% സത്യമായിരുന്നു എന്നാണ് ലോകം നിരീക്ഷിച്ചിരിക്കുന്നത്. 1996 85-ാം വയസ്സിലാണ് ബാബ വങ്ക മരണപ്പെട്ടത്. അതുവരെ ഇവർ നടത്തിയ പ്രവചനങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. യൂറോപ്പിൽ തീവ്രവാദ ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്ന് ബാബ വങ്ക പ്രവചിച്ചിരുന്നതാണ്. ലോകത്തിലെ ഒരു വലിയ രാഷ്ട്രം ജൈവ ആയുധ പരീക്ഷണങ്ങളോ ആക്രമണങ്ങളോ നടത്തുമെന്നും ബാൽക്കൻസിലെ നോസ്ട്രഡാമസ് എന്നും അറിയപ്പെടുന്ന അവർ പറഞ്ഞിരുന്നതാണ്. 2025 വളരെ ഭയാനകമായ കാലാവസ്ഥ പ്രതിസന്ധികളും പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുമെന്ന് ബാബ വങ്ക പറഞ്ഞിട്ടുണ്ട്. ബാബ വങ്കയുടെ പ്രവചനങ്ങളിൽ ലോകത്തെ അമ്പരപ്പെടുത്തിയ ഒരു പ്രവചനമാണ് 9/11, അതായത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം. സ്റ്റീൽ പക്ഷികൾ അമേരിക്കയെ ആക്രമിക്കുമെന്നായിരുന്നു അതേക്കുറിച്ച് ബാബ വങ്ക പ്രവചിച്ചിരുന്നത്. ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ കെട്ടിടങ്ങളെ തുളച്ച വിമാനങ്ങളെയാണ് സ്റ്റീൽ പക്ഷികൾ എന്ന ബാബ വങ്ക ഉദ്ദേശിച്ചത് എന്ന് അതിനുശേഷം അവരുടെ പ്രവചനങ്ങളെ വിശ്വസിച്ചവർ പറയുന്നു. 2ാം ലോക മഹായുദ്ധവും ലോകത്ത് അതുണ്ടാക്കിയ വൻ നാശനഷ്ടവും ബാബ വങ്ക മുൻകൂട്ടി പ്രവചിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വൻ നാശനഷ്ടം വിതയ്ക്കുന്ന സുനാമി വീശിയടിക്കുമെന്നും ബാബ വങ്ക പ്രവചിച്ചിരുന്നതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബാബ വങ്കയുടെ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് 2 തട്ടിൽ അഭിപ്രായങ്ങളുണ്ട്. എന്നിരുന്നാലും ബാബ വങ്കയെ വിശ്വസിക്കുന്ന വലിയൊരു സമൂഹമാണ് ഇന്ന് ലോകത്ത് നാനാഭാഗങ്ങളിലായി ഉള്ളത്.